അതെ, ഒരു സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് എടുത്ത കേസ്, അവർ രജിസ്റ്റർ ചെയ്ത കേസ്, FIR ഇട്ട കേസ് കോടതിയിൽ വരുമ്പോ ഇതിന്റെ അകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല, വിട്ടാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി എടുത്ത് വലിച്ചു വാരി ഉടുക്കൂലേ, പിന്നെ എന്തിനാ നിങ്ങൾ കേസെടുത്തതെന്ന് ചോദിക്കൂലേ? അപ്പോ എന്തിനാ കേസെടുത്തത്? ആ കുട്ടികളുടെ സാക്ഷ്യപത്രം ഉണ്ട്. അവർ ഹിന്ദിയിൽ പറയുന്ന വീഡിയോ ഭാഗം നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ്. അവരും അവരുടെ സഹോദരനും എല്ലാം ഞങ്ങളെ തട്ടിക്കൊണ്ടുപോവുകയല്ല എന്ന് പറയുന്നു. എന്നിട്ട് ഒരു ഗൂണ്ടാ സംഘം, ഒരു ഹിന്ദുത്വ ഗൂണ്ടാ സംഘമാണ് ഇവരെ പിടിച്ചു വെക്കുന്നത്. അവരാണ് പോലീസിന് കൈമാറുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനെന്താണ് നിന്നു കൊടുക്കുന്നത്? ഈ ഗൂണ്ടാ സംഘം ആരാണ്? ഇവരുടെ ബാഗ് പരിശോധിക്കാൻ, ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, വീഡിയോ പകർത്താൻ, ഭയപ്പെടുത്താൻ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ വെള്ളരിക്കപ്പെടണം? ഇതൊക്കെ നടക്കുന്ന ഒരു നാടാണ് അവിടെ. അതിന് ഉത്തരവാദിത്വം ആർക്കാണ്? BJPയുടെ ഛത്തീസ്ഗഡിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനാണ്. അതിന് മറുപടി പറ. ഇനിയും ഇതേപോലെയുള്ള ഇഷ്യൂസ്, അവിടുത്തെ ആൾക്കൂട്ട വിചാരണയുണ്ടായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി, തീർച്ചയായും അത് ഗുരുതരമായ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. തീർച്ചയായിട്ടും ഇവിടെ ഇതേ കോടതിയിൽ തന്നെ നിങ്ങൾക്കും, അല്ലെങ്കിൽ ആർക്കാണ് അതിൻ്റെ സഭയ്ക്കും ഇവർക്കും, അവർക്ക് അഡ്വക്കേറ്റ് ഉണ്ട്, അവർക്ക് തീർച്ചയായിട്ടും സമീപിച്ച് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അല്ല, അതൊക്കെ നിങ്ങൾ പറയേണ്ട കാര്യമുണ്ടോ? അവർക്ക് അഡ്വക്കേറ്റിനെ വെക്കാൻ നിങ്ങളുടെ ഉപദേശത്തിന്റെ ആവശ്യമുണ്ടോ? ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പൊസിഷൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കന്യാസ്ത്രീകൾ, പാവങ്ങൾ, അവരെ ഈ ഗുരുതര കുറ്റത്തിൽ പെടുത്തണമെന്ന് തീരുമാനിക്കുന്നത് എന്തിനാണ്? ഈ വഴിയെ പോകുന്ന കന്യാസ്ത്രീകളെയും തിരുവസ്ത്രം ധരിച്ചവരെയെല്ലാം ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ, ട്രയൽ നടത്താൻ, പരസ്യ വിചാരണ നടത്താൻ, ബാഗ് പരിശോധിക്കാൻ, ഭയപ്പെടുത്താൻ ഈ പറയുന്ന ഗുണ്ടാ സംഘങ്ങളെ അഴിച്ചുവിട്ടിരിക്കുന്ന സർക്കാർ ഏതാണ്? അതിന് മറുപടി പറയണ്ടേ? ആ പ്രശ്നം തീർന്നിട്ടില്ലല്ലോ. അവിടുത്തെ ബജ്രംഗ് ദൾ ഗുണ്ടാ സംഘത്തിന്റെ നിലപാടാണ് മുഖ്യമന്ത്രിക്കും അവിടെ ഉള്ളത്, ഇവിടെ ആർ വി ബാബുവിനുള്ളത്, ശശികലയ്ക്കുള്ളത്. അവരിത് പറഞ്ഞു നമ്മൾ കേട്ടോണ്ടിരിക്കല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ സമരം നിർത്താൻ പറ്റുക? എന്റെ ക്വസ്റ്റ്യൻ ഷാബു. അല്ല നിഷാദെ, നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഈ നാട്ടിലെ ഒരു സംഘടനയെ ഗുണ്ടാ സംഘം, ഭീകര സംഘടന എന്നൊക്കെ വിളിക്കാനുള്ള അവകാശം, ആ അവകാശം നിങ്ങൾക്ക് ആരാണ് തന്നത്? അവകാശം എന്നെ ഗൂണ്ടാപ്പണി കാണിക്കുന്നവരെ പിന്നെ ഞാൻ എന്ത് വിളിക്കണം? സുവിശേഷ സംഘം എന്ന് വിളിക്കണം? അല്ല, പിന്നെന്താണ്? വഴിയെ പോകുന്ന ആളുകളെ, ആദിവാസികളെ, കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ച് ഭയപ്പെടുത്തുകയാണ്, ബാഗ് പരിശോധിക്കുകയാണ്, അവരെ ഭീഷണിപ്പെടുത്തുന്നു, കയ്യേറ്റം ചെയ്യുന്നു. അവർ പിന്നെ സുവിശേഷ സംഘമാണോ? ഇനി പറയട്ടെ, ഇനി അടുത്ത ഞാൻ പറയാം. ഇതേ നിങ്ങളുടെ വികാരം ഈ 2022 4 തിരുവസ്ത്രധാരികളെ അവിടെ ഇതേ നിയമം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് 10-11 മാസം ജയിലിലിട്ടപ്പോ ഈ വികാരം ഒന്നും അടമട്ടി ഒഴുകുന്നത് കണ്ടില്ലല്ലോ നിഷാദെ. നിഷാദ് അന്നും ഇവിടെ മാധ്യമപ്രവർത്തകനായിരുന്നല്ലോ, അന്നും മീഡിയ വണ്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അന്നും ജോർജ് വടിവാർ സാറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. 2 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. 4 പള്ളിയിലച്ചന്മാരെയാണ് 11 മാസമാണ് ജയിലിലിട്ടത്. 11 മാസം. അറിയോ നിങ്ങൾക്ക് എന്താണ് ഈ തൃശ്ശൂർ നടന്നത്? ഈ കേരളത്തിൽ തൃശ്ശൂർ നടന്ന ഇതേ വകുപ്പ്, ഹ്യൂമൻ ട്രാഫിക്കിങ്, ആ കേസ് വെറുതെ വിട്ടത് ഈ 3 ദിവസം മുൻപെയാണ്. ആരാണ് കേസെടുത്തത്? അന്നെന്താ നിങ്ങളുടെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? അപ്പൊ ഇതേ നിരപരാധികളായ മനുഷ്യരെ വേട്ടയാടുന്ന സകല കേസുകളിലും ഞങ്ങൾ അഡ്രസ് ചെയ്യാത്ത ഒരു പ്രശ്നമില്ല. താങ്കൾ കാണാം ഈ വിഷയത്തിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി, എസ്പെഷ്യലി ക്രിസ്ത്യൻ മൈനോറിറ്റി നോർത്ത് ഇന്ത്യയിൽ വേട്ടയാടപ്പെടുന്ന വിഷയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഞങ്ങളാണ്. നല്ല ബോധ്യമുണ്ട്, നല്ല ബോധ്യമാണ് ഞാൻ പറയുന്നത്.